كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സമാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറെ അനുഗ്രഹീതമായ ഒരു സദസ്സാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് സ്ഥിരമായി നടന്നു പോകുന്ന ഒരു പഠന ക്ലാസ്സാണ്. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുറഹ്മാൻ മദീനിയാണ് ഈ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത്. ഇന്ന് അദ്ദേഹത്തിന് വരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എളിയവൻ ഇവിടെ വന്നത്. ഈ ചുരുങ്ങിയ സമയത്ത് ഏതാനും ചില കാര്യങ്ങൾ മാത്രം, ദീനിയായ വിഷയത്തിൽ ഒരു ചർച്ച, ഒരു സദുപദേശം മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾ, ഈ സദസ്സിന്റെ എണ്ണമോ ഇതിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളുടെ വണ്ണമോ ഒന്നുമല്ല. അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുന്നതിന്റെ പ്രതിഫലമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലുള്ള മജ്‌ലിസുകളിലേക്ക് നമ്മെ ക്ഷണിക്കേണ്ടതും വിളിച്ച് പിടിച്ചിരുത്തേണ്ടതുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ധാരാളക്കണക്കിന് വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ ദീന് പഠിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം. وَمَا اجْتَمَعَ قَوْمٌ فِي بَيْتٍ مِّن بُيُوتِ اللَّهِ يَتْلُونَ كِتَابَ اللَّهِ وَيَتَدَارَسُونَهُ بَيْنَهُمْ إِلَّا نَزَلَتْ عَلَيْهِمُ السَّكِينَةُ وَغَشِيَتْهُمُ الرَّحْمَةُ وَحَفَّتْهُمُ الْمَلَائِكَةُ وَذَكَرَهُمُ اللَّهُ فِي مَنْ عِندَهُ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഇവിടെ പിടിച്ചിരുത്തിയത് എന്നുള്ളതാണ്. ഒരു സമൂഹവും തന്നെ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിലും ഒരു പള്ളിയിലും അവർ ഒരുമിച്ച് കൂടുന്നില്ല. ഏത് രൂപത്തിലല്ലാതെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ആ വിഷയങ്ങളിൽ പരസ്പരം പഠനം നടത്തിക്കൊണ്ടും ചർച്ച നടത്തിക്കൊണ്ടും അവർ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ, പള്ളികളിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇല്ലാ നസലത്തു അലൈഹിമുസ് സക്കീന, അല്ലാഹുവിന്റെ സമാധാനം അവിടെ ഇറങ്ങാതിരിക്കുകയില്ല. അല്ലാഹുവിന്റെ സമാധാനം ഇറങ്ങുന്ന മജ്‌ലിസ് ഇൻഷാ അല്ലാഹ്. വഗശിയതുഹുമുർ റഹ്മ, അവന്റെ കാരുണ്യം കൊണ്ടവൻ പൊതിയാതിരിക്കുകയില്ല. വഹഫത്തുഹുമുൽ മലായിക, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നില്ല, പക്ഷേ നമുക്കിടയിൽ മലക്കുകൾ അതാ നമ്മെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഇതിനൊക്കെ പുറമെ അള്ളാന്റെ സക്കീനത്ത് ഇറങ്ങുന്ന മജ്ലിസാണ്. അതുപോലെ തന്നെ അള്ളാന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയപ്പെടുന്ന ഒരു സദസ്സാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ ഇവിടെ സന്നിഹിതരാവുകയും ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, റബ്ബേ ഇന്നയാളാണ്, പുറത്തു കൊടുക്കണം റബ്ബേ. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രതിഫലം. അതിനൊക്കെ പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലുള്ള അവന്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകളോട് പറയും, ഭൂമിയിൽ മഞ്ചേരി ഇസ്ലാഹി ക്യാമ്പസിൽ ഇന്ന പള്ളിയിൽ അവിടെ ഒരുമിച്ച് കൂടിയ ഇന്ന ആളുകൾ എന്ന് എടുത്തു പറയും. നമ്മെ സ്മരിക്കും, നമ്മുടെ റബ്ബ് നമ്മളെ സ്മരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, ഇതിനേക്കാളും നമ്മെ ഇവിടെ പിടിച്ചിരുത്തേണ്ടത് എന്താണ്? നാം കേട്ടതും അറിഞ്ഞതും പഠിച്ചതുമായ കാര്യങ്ങളെ ആവർത്തിച്ച് നാം കേൾക്കുമ്പോഴും ഈ ഒരു പ്രതിഫലം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇതൊരു തേട്ടമായി, ആഗ്രഹമായി, ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ റമദാൻ മാസം നമ്മെ വിട്ടുപോയി കഴിഞ്ഞു. ആ പരിശുദ്ധ റമദാൻ മാസത്തിൽ നാം ആർജിച്ചെടുത്ത ഒരു വിശുദ്ധിയുണ്ട്. ആ പരിശുദ്ധ റമദാൻ മാസത്തിലെ ഓരോ ദിനരാത്രങ്ങളിലും ഒരുപാട് ലേണിംഗ് ക്ലാസ്സുകളും ഒരുപാട് സദസ്സുകളും ഒരുപാട് പദ്ധതികളും ഒക്കെ ആയിക്കൊണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാഹ് നാം നേടിയെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ നമുക്ക് പ്രതിഫലം ലഭിക്കും. എന്നാൽ ആ പരിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞു പോയപ്പോ നാം ആ പഴയ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോയോ എന്നൊരു ആത്മപരിശോധന കൂടി നടത്തേണ്ട അവസരമാണിത്. യഥാർത്ഥത്തിൽ ആ പരിശുദ്ധ റമദാൻ മാസം നമുക്ക് നേടിത്തന്നത് ഒരു ട്രെയിനിങ് ആണ്. അടുത്ത റമദാൻ വരുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ ഈ ബാന്ധാവിൽ ഉറച്ചു നിൽക്കുവാനും അതിൽ ത്യാഗ പരിശ്രമങ്ങൾ അനുവർത്തിക്കുവാനും നാം നേടിയെടുത്ത ഒരു മാസക്കാലത്തെ ട്രെയിനിങ് ആയിരുന്നു റമദാൻ മാസം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആമുഖമായി സൂചിപ്പിക്കുന്നത്, ആ പരിശുദ്ധ റമദാൻ മാസത്തിൽ നാം ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു, ആ സജീവതയിലേക്ക് വീണ്ടും നാം ഇറങ്ങേണ്ടതുണ്ട്. ഇനിയും നമ്മുടെ ക്ലാസുകൾ സജീവമാവണം, നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ മുൻകടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെടുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന വിഷയം, നാം ചർച്ച ചെയ്യുന്ന വിഷയം ഇൻഷാ അല്ലാഹ് അൽ ഇസ്തിഖാമ. എന്താണ് അൽ ഇസ്തിഖാമ? ആരാണ് ഇസ്തിഖാമത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ? ഇസ്തിഖാമത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വിജയവും എന്താണ്? ഈ കുറച്ച് കാര്യങ്ങളാണ് 7:50 വരെ ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കും. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഏതാനും ചില ചിന്തകളാണ് ഞാൻ ഇട്ടുതരുന്നത് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഇമാം ഇന്ന് മഗ്രിബ് ജമാഅത്ത് നമസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ ഓതിയ ആയത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഫുസ്സിലത്തിന്റെ വചനങ്ങളാണ് അദ്ദേഹം പാരായണം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ച ആളുകളുണ്ടല്ലോ. സുമ്മസ്തഖാമൂ, പിന്നീട് ഇസ്തിഖാമത്തോടുകൂടെ ജീവിക്കുകയും ചെയ്ത ആളുകൾ, നേരെ ചൊവ്വേ ഋജുവായി വക്രതയില്ലാതെ നിലകൊള്ളുക എന്നാണ് അതിന്റെ വാക്കർത്ഥം. ഇസ്തിഖാമത്തിന്റെ പാതയിൽ നിലകൊള്ളുക. ഒന്നാമത്തെ കാര്യം റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുവാനുള്ള ധൈര്യവും ആർജവവും കാണിക്കണം. ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്, എന്റെ റബ്ബ് അല്ലാഹയാണ് എന്ന പ്രഖ്യാപനമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം സുമ്മസ്തഖാമൂ, പിന്നീട് ആ പ്രഖ്യാപനത്തോട് നീതി പുലർത്തിക്കൊണ്ട് സത്യസന്ധമായി ഋജുമനസ്സനായിക്കൊണ്ട് വക്രതയില്ലാതെ ആ വഴി നടക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം നിസ്സഹായനായി മാറുന്ന സമയം എപ്പോഴാണെന്നറിയോ? നമ്മുടെ മരണത്തിന്റെ സന്ദർഭമാണ്. നമുക്കൊരുപാട് അധികാരങ്ങളുണ്ട്, സമ്പത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, സ്വത്തുക്കളുണ്ട്.
ഭൗതികമായ ഈ ലോകത്തൊരു പ്രശ്നത്തിൽപ്പെട്ടാൽ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ഈ ലോകത്ത് നമുക്കുണ്ട്. ഇന്ന് കിടന്നുറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കുക. ഇന്ന് രാത്രി നമ്മുടെ കിടക്കയിൽ കിടന്നുറങ്ങുമ്പോ തൊട്ടപ്പുറത്ത് നമ്മുടെ സഹധർമ്മിണിയുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ സഹോദരങ്ങളോ ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തുണ്ട്, ഒരേ മുറിയിലുണ്ട്. നാം വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് ആളുകളുണ്ട്. നാം കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആ മരണത്തിന്റെ വേദന നമ്മൾ പിടികൂടുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മുടെ ഈ ഒരു തൊണ്ടയിൽ നിന്നൊരു ശബ്ദം പുറപ്പെടുവിക്കാൻ പോലും സാധ്യമാവാതെ, നമ്മുടെ കൈയുടെ തൊട്ടടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവളുണ്ട്, ഒന്ന് കൈ കൊണ്ട് ഒന്ന് തോണ്ടി വിളിച്ചാൽ അവർ ഉണരും. കൈ പൊങ്ങുന്നില്ല, ശരീരം അനങ്ങുന്നില്ല. വമ്പിച്ച വേദന നാം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പൊട്ടിക്കരയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കരയാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ഒരു സന്ദർഭത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതു ഹീനഇദിൻ തൻദുറൂൻ. ആ മരണത്തിൻ്റെതായ വേദന നിങ്ങളെ പിടികൂടിക്കഴിഞ്ഞാൽ, റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ നിങ്ങളതാ നോക്കിക്കൊണ്ടിരിക്കുക മാത്രമാണ്. അല്ലേ? വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പ റൂഹ് പിരിഞ്ഞു പോകുന്നത് കാണുമ്പോ, പ്രിയപ്പെട്ടവര് മരിച്ചു പോകുന്നത് കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ എത്രയോ മരണങ്ങൾ നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ, ഉറ്റവരുടെ, സഹോദരങ്ങളുടെ, കുടുംബ ബന്ധുക്കളുടെ, നാട്ടുകാരുടെ, പണ്ഡിതന്മാരുടെ പല പല മരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയോ? നോക്കി നിൽക്കാനേ നിങ്ങൾക്ക് സാധിക്കൂ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയാൻ. അത്രയും ഒരു മനുഷ്യൻ നിസ്സഹായനായി പോവാൻ. ബാപ്പയുടെ മക്കൾ 10 മക്കളാണ്, 10 ആൺമക്കളാണ്. ആ ബാപ്പയുടെ 10 ആൺമക്കളും ചുറ്റും കൂടിയിട്ടുണ്ട്. ബാപ്പയുടെ മരണത്തിന്റെ സന്ദർഭത്തിൽ ബാപ്പ മരിച്ചു പോകുന്നത് നോക്കി നിൽക്കാനേ ആ 10 മക്കൾക്കും സാധിക്കുന്നുള്ളൂ. അവർക്ക് സ്വത്തുക്കളുണ്ട്, മികച്ച ഡോക്ടർമാർ അവരുടെ കൈവശമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ ആ പിരിഞ്ഞു പോകുന്ന റൂഹിന്, അതല്ലെങ്കിൽ മരിച്ചു പോകുന്ന ആ മനുഷ്യന്റെ മരണത്തിന് സാക്ഷ്യം വഹിച്ച് നോക്കി നിൽക്കാനേ മനുഷ്യന് സാധിക്കൂ എന്നാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഏറ്റവും അധികം മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഒരു സമാശ്വാസത്തിന്റെ വാക്ക് എവിടുന്നെങ്കിലും കിട്ടുമോ? മലക്കുകൾ ഇങ്ങനെ ആ റൂഹിനെ ഏറ്റുവാങ്ങാൻ വേണ്ടി കടന്നു വരികയാണ്. മലക്കുൽ മൗത്ത് കടന്നു വരുന്ന ആ സന്ദർഭത്തിൽ, മലക്കിനെ ഈ മനുഷ്യൻ കാണുന്ന സന്ദർഭത്തിൽ, അവിടെയാണ് ഈ ഭൗതികമായ ലോകത്തിന്റെ എല്ലാ സഹായങ്ങളും വിട്ടുപോയി. ഇനി അതിനപ്പുറത്ത് അല്ലാഹുവിന്റെ സഹായമല്ലാതെ ഒരു സഹായമില്ലാത്തൊരു ഘട്ടമുണ്ട്. അവിടെയാണ് അല്ലാഹു പറയുന്നത്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും സത്യസന്ധമായ ആദർശത്തിൽ നിലകൊള്ളുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അതാ ഇറങ്ങി വരികയാണ്. എന്നിട്ട് പേടിച്ചുകൊണ്ടിരിക്കുന്ന, വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് മലക്ക് പറയുകയാണ്, അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. ആരാ പറയുന്നതോ? മലക്കുകളാണ് പറയുന്നത്. റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളോ ആ മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. പിന്നെയോ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ്ഗമുണ്ട്. ആ സ്വർഗ്ഗത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ മനുഷ്യ എന്ന് മലക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് സമാശ്വസിപ്പിക്കുമെന്ന് ആലോചിച്ചു. ദുനിയാവിന്റെ ഒരു സമാധാനമില്ല, ദുനിയാവ് വേർപെട്ടുപോയി. അതാ അല്ലാഹു പറഞ്ഞയച്ച മലക്കുകൾ പറയാണ്, നിങ്ങൾ ഭയപ്പെടണ്ട കേട്ടോ, നിങ്ങൾ ദുഃഖിക്കേണ്ട കേട്ടോ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞ് മലക്കുകളാൽ ആശ്വാസവചനം കേൾക്കുന്ന ആളാരാ? ഇസ്തിഖാമത്തോടുകൂടെ ജീവിച്ച് മരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം.
അവസാനിച്ചില്ല. ആ മലക്കുകൾ തുടർന്ന് പറയുകയാ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങളാണ് നിങ്ങളുടെ ഔലിയാക്കൾ, ഞങ്ങളാണ് നിങ്ങളോട് ഏറ്റവും അടുത്ത ആളുകൾ. എന്നിട്ടതാ അവർ വിശദീകരിക്കുന്നു, വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ. അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗ്ഗമുണ്ടല്ലോ, അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതാ. ചോദിക്കുന്നത് മുഴുവൻ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവനുമുണ്ട്. വലക്കും ഫീഹാ മാ തദ്ഉൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. പരമകാരുണികനായ പാപം പൊറുക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരുക്കി വെച്ച വിരുന്ന് സൽക്കാരമത്രേത്. മലക്ക് പറയാണ്, പേടിക്കണ്ട, നിങ്ങൾ ബേജാറാവണ്ട, സങ്കടപ്പെടണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വർഗ്ഗമൊരുക്കിയിട്ടുണ്ട്. ആ സ്വർഗ്ഗത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സന്തോഷിച്ചോളൂ. ആ സ്വർഗ്ഗത്തിന്റെ പ്രത്യേകത, നിങ്ങൾ എന്ത് ചോദിച്ചാലും ആ ചോദിക്കുന്ന കാര്യം സ്വർഗ്ഗത്തിൽ വെച്ച് അല്ലാഹു സാധിപ്പിച്ചു തരും. വേണ്ട, ചോദിക്കണമെന്നില്ല, നിങ്ങളുടെ മനസ്സിൽ കരുതിയാൽ മതി, അതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അവിടെ വെച്ച് നൽകും. കാരണം നുസുലം മിൻ ഗഫൂരിർ റഹീം, അത് പരമകാരുണികനായ റഹ്മാനായ റഹീമായ ഗഫൂറായ റബ്ബിന്റെ വിരുന്നാണ്, സൽക്കാരമാണ് എന്ന് പറഞ്ഞ് മലക്കുകൾ സമാശ്വസിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ദുനിയാവ് വിട്ടു പോകുമ്പോ തുടങ്ങുന്ന ആ ഒരു സ്വീകരണമാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുഴുവൻ സ്വീകരണമാണ്. വാനലോകത്ത് വെച്ച് സ്വീകരണം, സ്വർഗത്തിലേക്കുള്ള ആനയിപ്പ്, അവിടുന്ന് അങ്ങോട്ട് സമാധാനത്തിന്റെ ഗേഹം, പറുദീസയിലെ എല്ലാ വിഭവങ്ങളും. അവിടുന്ന് അങ്ങോട്ട് ആ മനുഷ്യന് വിഷമങ്ങളില്ല, പ്രയാസങ്ങളില്ല. ആ മരണവേദനയ്ക്കു ശേഷം പിന്നീട് വേദനകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ സന്തോഷത്തോടുകൂടി ആത്മാവ് സഞ്ചരിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ഒരു പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ് ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അഹദൻ ഗൈറക. പ്രവാചകരെ, എനിക്കൊരു കാര്യം, ഇസ്ലാമിൽപ്പെട്ട ഒരു കാര്യം താങ്കൾ പറഞ്ഞു തരണം. ആ കാര്യത്തെപ്പറ്റി താങ്കളോടല്ലാതെ മറ്റാരോടും ചോദിക്കേണ്ടതില്ലാത്ത വിധം ലളിതമായി ഇസ്ലാം എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം നബിയെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി നീട്ടിപ്പരത്തി പറയാതെ വളരെ ചുരുക്കി ലളിതമായി ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്, ഖുൽ ആമൻതു ബില്ലാഹ്, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം. നീ ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കുക. ഖുൽ, നീ പറയണം, ആമൻതു ബില്ലാഹ്. ആരൊക്കെ എതിർത്താലും ശരി, ആരൊക്കെ ഭയപ്പെടുത്തിയാലും ശരി, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ്. ആർജവത്തോടുകൂടി പ്രഖ്യാപിക്കണം. സുമ്മ ഇസ്തഖിം, പിന്നീട് ആ പറഞ്ഞതിനോട് നേര് പുലർത്തിക്കൊണ്ട് ഇസ്തിഖാമത്തിന്റെ പാതയിൽ വളവില്ലാതെ വക്രതയില്ലാതെ ഋജുമാനസനായി നേരെ ചൊവ്വേ നിലക്കൊള്ളുകയും ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായി കൊണ്ട് ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിൽ ഒരു വടിയെടുത്തിട്ട് സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് മണൽത്തിട്ടയിൽ ഒരു വരങ്ങനെ വരച്ചു, ഒരു നേർരേഖ വരച്ചു. ആ വരയുടെ വലതുഭാഗത്തേക്ക് വളഞ്ഞ കുറെ വരകൾ വരച്ചു, ഇടതുഭാഗത്തേക്കും വളഞ്ഞ ചെരിഞ്ഞ കുറെ വരകൾ വരച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേരെ വരച്ച, ചൊവ്വായി വരച്ച വരയിൽ തന്റെ വടി ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ, നിശ്ചയമായും ഇതാണ് മുസ്തഖീമായ എന്റെ വഴി, ഇതാകുന്നു വക്രതയില്ലാത്ത വഴി. അതുകൊണ്ട് നിങ്ങൾ ആ വഴി പിന്തുടരുക. വലാ തത്തബിഉസ് സുബുൽ, മറ്റു വഴികളിലേക്കൊന്നും തന്നെ നിങ്ങൾ പോകരുത് കേട്ടോ, മറ്റൊരു വഴിയെയും നിങ്ങൾ പിന്തുടരരുത് കേട്ടോ. ഫതഫറഖ ബികും അൻ സബീലിഹി, ആരെങ്കിലും ആ വളഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആ വഴിയിലൂടെ പിഴപ്പിക്കാൻ ഓരോ വഴികളിലും പിശാച് കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നേരായ വഴിയിലൂടെ സഞ്ചരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതാണ് എന്റെ നേരായ വഴി, ഈ നേരായ വഴിയെ നിങ്ങൾ പിൻപറ്റുക, മറ്റു വളഞ്ഞ വക്രതയുടെ വഴികളെ നിങ്ങൾ പിൻപറ്റാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇസ്തിഖാമത്തിന്റെ പാത. ഞാൻ ആമുഖമായി നിങ്ങളെ ഓതിക്കേൾപ്പിച്ച ആയത്തിൽ
ബഹുമാനനായ മഹാരഥനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഇസ്തിഖാമത്ത്. അവിടുന്ന് വിശദീകരിക്കുന്നത് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹിലേക്കും തിരിഞ്ഞു നോക്കാത്ത കണിശമായ തൗഹീദ്. ഇവിടുന്ന് വിശദീകരിക്കുകയാണ്. സുമ്മസ്തഖാമു എന്ന ഭാഗത്ത് ഇസ്തിഖാമത്തിനെ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നത് ഇലാഹായി അല്ലാഹുവിനെ മാത്രം സ്വീകരിക്കുക, ബാക്കി എല്ലാത്തിനെയും എല്ലാ മൂർത്തികളെയും വെടിയുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതല്ലേ നമ്മൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും നാം നമസ്കരിക്കുമ്പോൾ നെഞ്ചത്ത് കൈകൾ കെട്ടിക്കൊണ്ട് അള്ളാഹിനോട് നമ്മൾ സംസാരിക്കുകയാണ്. നമസ്കാരത്തിൽ സ്വിലത്താണ്. ആ സംസാരത്തിൽ നമ്മൾ അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്. അല്ലാഹ് പറയും, അല്ലാഹ് തിരിച്ചു നമ്മളോട് പറയും ഹമിദനി അബ്ദി. നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞാൽ അല്ലാഹ് നമ്മളോട് പറയും ഹമിദനി അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കും. വീണ്ടും നമ്മൾ പറയുന്നു അർ-റഹ്മാനിർ റഹീം, ഈ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളോടും കരുണ കാണിക്കുന്ന റഹ്മാൻ, സത്യവിശ്വാസികളോട് പ്രത്യേകം റഹ്മത്ത് ചൊരിയുന്ന റഹീം. ഇതാണ് അല്ലാഹുവിന്റെ സിഫത്ത്. അല്ലാഹുവിനെ നമ്മൾ ഈ രൂപത്തിൽ വാഴ്ത്തുമ്പോ അല്ലാഹ് തിരിച്ചു പറയും അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. വീണ്ടും നമ്മൾ പറയും മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായവൻ. അല്ലാഹ് പറയും മജ്ജദനി അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ പറയുന്ന ഒരു കരാറുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അല്ലാഹ്, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു റബ്ബേ. ഇത് പറയുമ്പോ അല്ലാഹ് നമ്മളോട് തിരിച്ചു പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ. അല്ലാഹ് പറയാണ് ഇതാണ് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാർ. നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നില്ല. കേൾക്കുന്ന പോലെ നിസ്കരിക്കണം. ഫസല്ലി സ്വലാത്ത മുവദ്ദിഅ ഫസല്ലി സ്വലാത്ത ഹുബൈബ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ അവസാനത്തെ നിസ്കാരം എന്നുള്ള പോലെ നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് അല്ലാഹുവോട് പറയാണ് റബ്ബേ, ഈ രൂപത്തിലൊക്കെയാണ് നമ്മൾ തമ്മിലുള്ള കരാർ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. ഇത് പറയുമ്പോ റബ്ബ് പറയാണ് ഇനി എന്ത് ചോദിച്ചാലും ഞാൻ ഉത്തരം നൽകും, ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ? നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ വഴി ചേർക്കണേ അല്ലാഹ്. മുസ്തഖീമായ, വക്രതയില്ലാത്ത, വളവില്ലാത്ത, ഋജുവായ വഴിയിലേക്ക് ഞങ്ങൾ വഴി ചേർക്കണേ അല്ലാഹ്. അപ്പൊ അല്ലാഹ് എന്താ പറയോ? വലി അബ്ദി മാ സഅൽ, എന്റെ അടിമക്ക് അവൻ ചോദിച്ചത് ഞാൻ കൊടുക്കും. പ്രിയപ്പെട്ടവർ, ഇത് ഓരോ ദിവസവും ഓരോ വക്തിലും ഓരോ റക്അത്തിലും നടന്നുകൊണ്ടിരിക്കുക. നമ്മളും റബ്ബും തമ്മിൽ നമ്മൾ അത് കേൾക്കുന്ന പോലെ ആ രൂപത്തിൽ അതിനെ ആസ്വദിക്കുവാൻ, ഇബാദത്തുകളെ ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം, ആ ഒരു ഇഴയടുപ്പം ഏറ്റവും നന്നാവുക എന്നുള്ളതാണ്. എന്നിട്ടോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞു നിർത്തിയില്ല. ആ വഴിയുടെ പ്രത്യേകത എന്താ? ആ മുസ്തഖീമായ വഴിയുടെ പ്രത്യേകത എന്താ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ആ വഴിയുടെ പ്രത്യേകത നീ അനുഗ്രഹിച്ച ആളുകളുടെ വഴിയാണ് ആ വഴി. അവനോട് നമ്മൾ പറയാ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴിയിലേക്ക് ഞങ്ങളെ വഴി ചേർക്കണേ അല്ലാഹ്. ആരാണ് അല്ലാഹ് അനുഗ്രഹം ചെയ്ത ആളുകൾ? ആരാണ് അല്ലാഹ് അനുഗ്രഹം ചെയ്ത ആളുകൾ? പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നുകൊണ്ട് കരഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുനീര് തുടച്ചുകൊണ്ട് സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സൗബാനെ, പ്രസന്നവദനായി കാണുന്ന താങ്കൾ എന്തിനാണ് കരയുന്നത്? സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, എനിക്ക് താങ്കളെ വലിയ ഇഷ്ടമാണ് നബിയെ, താങ്കളോട് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ. എപ്പോഴും താങ്കളുടെ സദസ്സിൽ ഇരുന്ന് താങ്കളുടെ ക്ലാസ്സുകൾ കേൾക്കുന്നു,
താങ്കളുമായി സംസാരിക്കുന്നു, സഹവസിക്കുന്നു, സുഹബത്തുണ്ട്, സ്വഹാബിയാണ്. എന്നാൽ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ പോലും ഞാൻ പെട്ടെന്ന് എന്റെ കാര്യങ്ങൾ തീർത്ത് വീണ്ടും താങ്കളുടെ അടുക്കിലേക്ക് മടങ്ങി വരുന്നത് താങ്കളെ കാണാനും താങ്കളോട് ഒന്നിച്ചു കഴിയാനുമുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടാണ് നബിയെ. എന്നാൽ എന്റെ സങ്കടം, എന്നെ വിഷമിപ്പിക്കുന്ന കാര്യം, ഈ സൗബാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമോ എന്നറിയില്ല. ഇനി സ്വർഗം കിട്ടിയാൽ തന്നെ സ്വർഗത്തിന് എത്ര ദറജകളാണ് റസൂലേ. താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ഫളീലത്തും വസീലത്തും ഒക്കെ ഉണ്ടല്ലോ. ഉന്നതമായ പദവിയിലല്ലേ നബിയെ താങ്കൾ ഉണ്ടാവുക. ഈ സൗബാനക്ക് സ്വർഗം കിട്ടിയാൽ തന്നെ സ്വർഗത്തിന്റെ താഴ്ന്ന തട്ടുകളിലായിരിക്കും. അതുകൊണ്ട് ദുനിയാവിൽ പ്രവാചകരെ താങ്കളുടെ സുഹബത്തിൽ കഴിഞ്ഞ എനിക്ക് ആഖിറത്തിൽ സ്വർഗത്തിൽ താങ്കളുടെ കൂടെ കഴിയാനോ താങ്കളെ ഒന്ന് കാണാനോ കഴിയില്ലല്ലോ എന്നാലോചിച്ചപ്പോ സങ്കടം കൊണ്ട് കരഞ്ഞതാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ വചനം അങ്ങ് ഓതിക്കൊടുക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ വചനം ഇറങ്ങുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. എത്ര ഹൃദ്യമായ വചനമാണ്. സുബ്ഹാനല്ലാഹു അൻഹു കണ്ണുകൾ തുടക്കുകയാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സന്തോഷം? വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരാണോ അല്ലാഹുവിനെ അനുസരിക്കുന്നതോ അല്ലാഹുവിന്റെ പ്രവാചകനെയും അനുസരിക്കുന്നതോ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവരാണ് അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹ് നീ അനുഗ്രഹിച്ചവരുടെ കൂടെ എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ലേ? ആരാണ് അല്ലാഹ് അനുഗ്രഹിച്ച ആളുകളെന്ന് അല്ലാഹ് അവിടെ പറയാണ് പരിശുദ്ധ ഖുർആനിൽ. മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്, അവരോട് കൂടെയാണ് സ്വർഗ്ഗത്തിൽ. അല്ലാഹനെ അനുസരിച്ച് ജീവിച്ചാൽ, അല്ലാഹുവിന്റെ പ്രവാചകനെ കൃത്യമായി അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, നബിമാരോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം അവർക്ക് സ്വർഗ്ഗത്തിൽ കഴിയാം. മാത്രല്ല, അത് പറഞ്ഞ് അല്ലാഹു അവസാനിപ്പിച്ചില്ല. വഹസുന ഉലൈക റഫീഖാ, എത്ര നല്ല കൂട്ടുകാരാണ് അവർ സ്വർഗ്ഗത്തിൽ. അല്ലാഹു പറയാ. അത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് സന്തോഷം വന്നത്. ആ സ്വർഗ്ഗത്തിൽ അവർ നബിമാരും ശുഹദാക്കളും സിദ്ദീഖീങ്ങളൊക്കെ സൗഹൃദത്തിലാണ്, കൂട്ടുകാരാണവർ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിന്റെ ആധിക്യത്താൽ സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, അലിഹാദാ ഖാസത്തൻ ലി യാ റസൂലല്ലാഹ്, ഈ ആയത്ത് എനിക്ക് മാത്രമുള്ളതാണോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അല്ല, ഇതെന്റെ ഉമ്മത്തിന് മുഴുവൻ ഉള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ ഓരോ നിസ്കാരത്തിലും അല്ലാഹുവോട് ചോദിക്കുന്നത്. സിറാത്തും മുസ്തഖീം എന്ന് പറഞ്ഞാൽ, ചൊവ്വായ വഴി എന്ന് പറഞ്ഞാൽ അല്ലാഹ് അനുഗ്രഹിച്ച ആളുകളുടെ വഴിയാണ്. ആരാണ് അല്ലാഹ് അനുഗ്രഹിച്ച ആളുകൾ? നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും. അവരൊക്കെ നടന്നുപോയ ആ വഴി, സ്വർഗ്ഗത്തിലേക്കുള്ള ആ വഴി, ആ വഴിയിലേക്ക് ഞങ്ങളെ നീ വഴി ചേർക്കണേ അല്ലാഹ് എന്നാണ് അല്ലാഹുവിനോട് പറയുന്നത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അല്ലാഹ് നിന്റെ കോപത്തിനിരയായവരുടെ വഴിയിലല്ല, വഴി പിഴച്ചുപോയ, നിന്റെ ശാപം കിട്ടിയ ആളുകളുടെ വഴിയിലൊന്നുമല്ല. റബ്ബേ, നീ അനുഗ്രഹിച്ച ആളുകളുടെ വഴിയിലേക്ക് ഞങ്ങളെ വഴി ചേർക്കണേ അല്ലാഹ്. ആ ഇസ്തിഖാമത്തിന്റെ വഴി കിട്ടാൻ വേണ്ടി നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ നെഞ്ചത്ത് കൈവെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സകങ്ങളിൽ ഇതുണ്ടാവണം. എന്റെ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നത് ഇതാണ്. ഈ വഴി തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വഴിയിലൂടെ എന്നെ നടത്താനും അങ്ങനെ എന്നെ സ്വർഗ്ഗത്തിലെത്തിക്കാനുമാണ് എന്റെ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നത്. ഇത് ചോദിക്കുമ്പോഴും അല്ലാഹ് പറയും, വലി അബ്ദി മാ സഅൽ, എന്റെ അടിമക്ക് അവൻ ചോദിച്ചത് ഞാൻ കൊടുക്കും. ഇങ്ങനെ അല്ലാഹുവോട് സംസാരിച്ചു കണ്ടാണ് സൂറത്തും ഓതിയാണ് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ റുകൂഇലേക്ക് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമാണ് ഈ ബന്ധം, എത്ര മനോഹരമാണ് ഈ ബന്ധമുള്ളത് കൊണ്ട് ആ സിലത്തിൽ നിന്നാണ് സലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എനിക്ക് റാഹത്ത് കൊണ്ട് ബിലാലെ ബാങ്ക് കൊണ്ട്. നമുക്ക് പലപ്പോഴും നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ ഇനിയിപ്പോ നിസ്കാരം കഴിഞ്ഞു കിട്ടണല്ലോ എന്ന ഒരു പ്രയോഗം പോലും നമ്മുടെ മുന്നിലുണ്ടോ?
പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകൾ ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടുകളല്ല. അള്ളാഹുമായുള്ള അടുപ്പം നമുക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുവാനുള്ള അവസരമാണ്. സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ കാലിൽ നീര് കെട്ടി ആ നീര് പൊട്ടുവോളം നിസ്കരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യം, റസൂലേ, വരാനിരിക്കുന്നതും മുൻകഴിഞ്ഞതുമായ എല്ലാം പൊറുക്കപ്പെട്ട അങ്ങ് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പുഞ്ചിരിച്ചുകൊണ്ട് പ്രിയതമക്ക് കൊടുത്ത മറുപടി, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ ആയിഷ എന്നാണ്. രണ്ട് രൂപത്തിലാണ് ഇബാദത്തുകൾ ഉള്ളത്, രണ്ട് രൂപത്തിലാണ് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള അനുസരണങ്ങൾ ഉള്ളത്. ഒന്ന് അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ടാണ്, നരകം കിട്ടൂലേ എന്ന് പേടിച്ചുകൊണ്ടുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യമുണ്ട്, നന്ദിയോടുകൂടി എനിക്കിതൊക്കെ തന്ന എന്റെ റബ്ബല്ലേ, ആ റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട്. ഇതാണ് ഉന്നതമായ ദറജ, ഇതാണ് അഫ്ളലായ ദറജ. ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുകയും ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നടക്കുന്നതിനേക്കാളേറെ അള്ളാഹുവിന് ഇഷ്ടം അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കൊണ്ട്, നന്ദി കൊണ്ട്, സ്നേഹം കൊണ്ട് അള്ളാഹുവിലേക്ക് ഇഴയടുപ്പം കാണിക്കുന്ന അടിമകളെയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഏകദൈവ വിശ്വാസത്തിന്റെ വഴിയിൽ നിന്ന്, ഈ ഒരു ഈമാനിന്റെ വഴിയിൽ നിന്ന് മാറി നടക്കുന്ന അനേകായിരങ്ങളുണ്ട്. എന്നാൽ ലോകത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിരീശ്വര നിർമ്മതവാദികൾ വളരെ കുറവാണ്. പരിശോധിച്ചു കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഏതെങ്കിലും ഒരു മൂർത്തി, ഒരു ശക്തിയുണ്ട്, ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസമില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. എന്നാൽ വിശ്വസിക്കുന്ന ആളുകളിൽ തന്നെ പല ആളുകൾക്കും പറ്റുന്നത് അവർ ഇസ്തിഖാമത്തിൽ നിന്ന് പുറത്താണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിയത് തൗഹീദിന്റെ വഴിയാണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ഇലാഹായി അവനെ മാത്രം സ്വീകരിക്കുന്ന വഴിയാണ് ഇസ്തിഖാമത്തിന്റെ വഴിയെങ്കിൽ, ആ ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം. അത് കിട്ടാൻ വേണ്ടിയുള്ള ദുആ നമ്മുടെ അടുത്തുണ്ട്. ആ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം നമ്മൾ മനസ്സിലാക്കി. മരണത്തിന്റെ നേരം മുതൽ അവർക്ക് എല്ലാവിധ ആശ്വാസങ്ങളും ലഭിക്കുമെന്നാണ്. എങ്കിൽ ആ വഴിയിൽ നിന്ന് പുറത്തു പോകുന്നത് എന്തൊക്കെയാണ്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അല്ലാഹു പഠിപ്പിക്കുകയാണോ, ജനങ്ങളുടെ കൂട്ടത്തിൽ അധിക പേരും അതാ അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാ. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടൊപ്പം അവരുടെ ജീവിതത്തിൽ ശിർക്കുണ്ട്. എന്താണ് ആ പ്രയോഗം? അള്ളാഹുവിനെ വിളിക്കുന്നുണ്ട്, പക്ഷേ ആ കൂട്ടത്തിൽ തന്നെ അവരുടെ കൂട്ടത്തിൽ ശിർക്കും സംഭവിക്കുന്നുണ്ട്. സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും അത്താണിയായി അള്ളാഹുവിനെ മാത്രം സ്വീകരിക്കുവാനും എല്ലാവിധ സഹായാർത്ഥനകളും അവരോട് മാത്രമാകുവാനും സാധിക്കുന്ന രൂപത്തിലുള്ള ജീവിതമാവണം. പ്രിയപ്പെട്ടവരെ, മക്കയിലെ മുശ്രിക്കുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആളുകൾ ആരൊക്കെയാണ്? മക്കാ മുശ്രിക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആരൊക്കെയാണ്? അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെയല്ലേ? എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം എന്താണെന്നറിയുമോ? വലഇൻ സഅൽതഹും മൻ ഖലഖ السماوات والأرض وسخر الشمس والقمر ليقولن الله فأنى يؤفكون. നബിയെ, താങ്കളൊന്ന് ചോദിക്കുക. മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കാൻ വേണ്ടി അല്ലാഹു പറയാ, നബിയെ താങ്കളൊന്ന് ചോദിക്കുക, ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? മക്കയിലെ മുശ്രിക്കുകളോട്, ഈ പറഞ്ഞ ഉത്ബത്തിനോട്, ഈ പറഞ്ഞ അബൂജഹലിനോട് റസൂലേ താങ്കളൊന്ന് ചോദിക്കുക, ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ആരാണ് ഭൂമിയെ പടച്ചത്, ആരാണ് സൂര്യനെ കീഴൊതുക്കിയത്, ആരാണ് ചന്ദ്രനെ സംവിധാനിച്ചത് എന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്കൂ നബിയെ. അല്ലാഹു പറയാണ്, അല്ലാന്ന് മാത്രല്ല പറയാ, അല്ലെന്നെയാണ് ഉറപ്പിച്ചവര് പറയും. മക്കയിലെ മുശ്രിക്കുകൾ പോലും പറയും, ആകാശങ്ങളെ സൃഷ്ടിച്ചതും ഭൂമിയെ സൃഷ്ടിച്ചതും സൂര്യനെയും ചന്ദ്രനെയും സംവിധാനിച്ചതും അല്ലാഹു തന്നെ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പോലും പറയും. എന്നിട്ട് അല്ലാഹു പറയാം, പിന്നെ എങ്ങനെയാണ് ഇവർ വഴിതെറ്റുന്നത്? എങ്ങനെ വഴിതെറ്റിയത്? അള്ളാഹുവിനെ വിളിച്ചതോടൊപ്പം അവർ ലാത്തയെ വിളിച്ചു, ഉസ്സയെ വിളിച്ചു, മനാത്തയെ വിളിച്ചു, ഹുബ്ലിനെ വിളിച്ചു. ഇതാണ് അവർ മുശ്രിക്ക്, അല്ലെങ്കിൽ ആ ഒരു ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നിന്ന് ഒരു പുറത്തു പോകാനുള്ള കാരണം.
പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ അള്ളാഹുവിനോടല്ലാതെ നമ്മുടെ ആരാധനയുടെ ഏതെങ്കിലും അംശങ്ങൾ ഏതെങ്കിലും ഒരു പടപ്പിലേക്ക് പോയാൽ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, മനുഷ്യനാവട്ടെ, ഏതെങ്കിലും മൂർത്തികളാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, വള്ളിയാവട്ടെ, ജാറമാവട്ടെ, വെള്ളമാവട്ടെ, കല്ലാവട്ടെ, കയറാവട്ടെ, എന്താവട്ടെ, ഈ രൂപത്തിൽ ഏതിലേക്ക് നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ആശകളും പ്രതീക്ഷകളും ഭയവും ഒക്കെ നീങ്ങിപ്പോയാൽ അവിടെയൊക്കെയും ഈ ശിർക്ക് വരുമെന്നുള്ളതാണ്. വേദക്കാരായ ആളുകൾ അവർ വഴിപിടച്ചു പോകുന്നതിന്റെ കാരണം പഠിപ്പിച്ചെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പറഞ്ഞ ഗൗരവപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, യഹൂദനായ ആളുകൾ പറഞ്ഞത് ഉസൈർ ഇബ്നുല്ലാഹ്, അല്ലാഹുവിന്റെ മകനാണ് ഉസൈർ എന്നവർ വാദിച്ചു. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായ ആളുകൾ മസീഹ് ഇബ്നുല്ലാഹ്, അല്ലാഹുവിന്റെ മകനാണ് മസീഹ് എന്ന് വാദിച്ചു. ആകാശഭൂമികൾ തകരുമാറ് ഗൗരവപ്പെട്ട കാര്യമെന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഈ രൂപത്തിൽ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നിടത്ത് നിന്ന് തെറ്റിപ്പോകുന്ന ഓരോ കാര്യങ്ങളും ഈ ഒരു നേരായ മാർഗത്തിൽ നിന്ന്, ഈ ഒരു ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം, ഒന്ന് നമ്മൾ സൂചിപ്പിച്ചത്, ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന ഒരു കാര്യം ശിർക്കാണ്. ഷിർക്കിന്റെ ഏത് രൂപങ്ങളും, അത് തൗഹീദുർ റുബൂബിയത്തിലാണെങ്കിലും തൗഹീദുൽ ഉലൂഹിയത്തിലാണെങ്കിലും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിലാണെങ്കിലും തൗഹീദിന്റെ ഏത് ഇനങ്ങളിൽ പങ്കുചേർത്താലും ശരി, ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകും. മറ്റൊരു കാര്യമായി പഠിപ്പിക്കപ്പെടുന്നത് നിഫാഖാണ്, കാപട്യമാണ്. കാപട്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നിന്ന് അവർ പുറത്തു പോകും. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽയൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, അന്ത്യദിനത്തിൽ വിശ്വസിച്ചു എന്ന് പറയുന്നു, വമാ ഹും ബിമുഅ്മിനീൻ, എന്നാൽ അവർ സത്യവിശ്വാസികളെ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കപട വിശ്വാസികളായ ആളുകളെ പറ്റി പറയാം. അവർ വിചാരിക്കുന്നത് അല്ലാഹുവിനെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കാനാണ്, എന്നാൽ യഥാർത്ഥത്തിൽ അവർ ആത്മവഞ്ചന മാത്രമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിഫാഖ് മാത്രമല്ല, നിഫാഖിന്റെ അടയാളങ്ങൾ പോലും ഉണ്ടാവാൻ പാടില്ല. ആയത്തുൽ മുനാഫിഖി സലാസുൻ ഇദാ ഹദ്ദസ കദിബ വഇദാ വഅദ അഖ്ലഫ വഇദാ ഉത്മിന ഖാന. ഈ മൂന്ന് ലക്ഷണങ്ങൾ നമ്മിലുണ്ടോ? ആയത്തുൽ മുനാഫിഖി സലാസുൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു കപട വിശ്വാസിക്ക് ഉണ്ടാകുന്ന മൂന്ന് ലക്ഷണങ്ങൾ. ഇദാ ഹദ്ദസ കദിബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും, അവൻ സംസാരിച്ചാൽ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, അവൻ കരാർ ചെയ്താൽ ലംഘിക്കും. വഇദാ ഉത്മിന ഖാന, അവൻ വിശ്വസിച്ചാൽ ചതിക്കും. ഈ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നിഫാഖ് കടന്നു വരുന്നുണ്ട്. ആ നിഫാഖ് കടന്നു വന്നാൽ ഇസ്തിഖാമത്തിന്റെ പാതയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഏതെല്ലാം മേഖലകൾ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. തഫ്രീത്തു വ ഇഫ്റാത്ത്, രണ്ട് കാര്യങ്ങൾ ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് വീഴ്ച വരുത്തലാണ്, മറ്റൊന്ന് അതിരു കവിഞ്ഞു പ്രവർത്തിക്കലാണ്. ഈ രണ്ട് കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രംഗത്തും നമുക്ക് ചില ഹദ്ദുകളൊക്കെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഅതദു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിരും വരമ്പുമുണ്ട്. ആ അതിരും വരമ്പും ലംഘിച്ചുകൊണ്ട് നീങ്ങിയാൽ, അതിര് വിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങളുണ്ട്, അതിൽ വീഴ്ച വരുത്തിയാൽ, ഈ രണ്ട് രൂപത്തിലും അതിര് വിട്ട് പ്രവർത്തിച്ചാലും ശരി, അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ ഉള്ള ഒരു ജീവിതമാണെങ്കിലും, ഈ രണ്ട് രൂപത്തിലും ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നിന്ന് നാം പുറത്തു കിടക്കുമെന്ന് ഉലമാ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുമാത്രമല്ല, വേദക്കാരായ ആളുകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. വിശ്വാസത്തിന്റെ കാര്യത്തിൽ വേദഗ്രന്ഥത്തിൽ നിന്ന് അവർക്കിഷ്ടമുള്ളത് മാത്രം അവർ വിശ്വസിക്കും, ഇഷ്ടമില്ലാത്തതിന് അവർ മാറ്റിവെക്കും. ഇന്നും പ്രമാണങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, നേർക്കുനേരെ വരുന്ന വചനങ്ങൾ പോലും അതിന്റെ സബബുൻ നുസൂലും അതുപോലെ തന്നെ പ്രവാചകന്റെ സ്വഹീഹായ ഹദീസുകളും കണ്ടാൽ പോലും സ്വന്തം ഇഷ്ടത്തിന് അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ഹദീസുകൾ തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി വെക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയായിരുന്നു മുൻഗാമികളായ വേദക്കാർക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം. തുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, അവർക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളിൽ അവർ വിശ്വസിക്കും,
ബാക്കി ചില കാര്യങ്ങൾ അവർ അവിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മുസ്തഖീമായ പാതയിലൂടെ നടക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അല്ലാഹ് പറഞ്ഞോ എങ്കിൽ ഞാൻ അത് വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടോ, ഹദീസ് സ്വഹീഹാണോ എങ്കിൽ ഞാൻ അത് വിശ്വസിച്ചിരിക്കുന്നു. ചിലപ്പോൾ കൈഫിയത്ത് പോലും നമുക്കറിയില്ല. ഒരു വസ്തുത ഹദീസിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആ രൂപത്തിൽ സ്വഹീഹായ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്ത വസ്തുതകളിലെ അതെങ്ങനെ ഒന്ന് വിശദീകരിക്കാനും ചിലപ്പോൾ നമുക്കറിയില്ല. പക്ഷെ അത് അള്ളാന്റെ റസൂൽ പറഞ്ഞതാണോ, ആ പറഞ്ഞ ലഫ്ള് ആ രൂപത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയലും ആ രൂപത്തിൽ വിശ്വസിക്കലും ഒരു ക്വാളിറ്റിയാണ്, ഒരു സത്യവിശ്വാസിയുടെ ക്വാളിറ്റിയാണ്. അതിനെ അവിശ്വസിക്കുകയോ എന്റെ ബുദ്ധിക്ക് ഇത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു ഇസ്തിഖാമത്തിന്റെ പാതയിൽ നിന്ന് നാം പുറത്തേക്ക് പോകുന്നതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു ദഖുലൂ ഫിസ്സിൽമി കാഫ, സത്യവിശ്വാസികളെ നിങ്ങളതാ ദീനുൽ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കൂ. വലാ തത്തബിഉ ഖുത്വാതി ശൈത്വാൻ, പിശാചിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുതേ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് മുഴുവനായിട്ട് ഇങ്ങോട്ട് പ്രവേശിക്കണം. അതല്ലാതെ അതിന്റെ ഓരത്ത് നിന്ന് കളിച്ചിട്ട് കാര്യമില്ല. അള്ളാഹ് പറഞ്ഞത്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് അത് മുഴുവനും വിശ്വസിക്കുകയും എല്ലാം നമുക്ക് പകർന്നു തന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതും നരകത്തിന്റെ തീയിൽ നിന്ന് നമ്മളെ അകറ്റുന്നതുമായ എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന് ഈ ദീനിനെ പരിപൂർണമാക്കി നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പറഞ്ഞു പോയത്. ഇനി ഞാൻ ഒന്നും ഇതിലേക്ക് കടത്തിക്കൂട്ടേണ്ടതില്ല. അങ്ങനെ കടത്തിക്കൂട്ടിയാൽ അത് പുത്തൻ ആചാരങ്ങളാണ്, ബിദ്അത്തുകളാണ് എന്ന് ഉൾക്കൊള്ളുവാനും സത്യവിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാനും നമ്മുടെ നാവും നമ്മുടെ ശരീരവും മൊത്തത്തിൽ നേർവഴി പ്രാപിക്കുമ്പോഴാണ് യഥാർത്ഥമായ വഴിയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാൻ സാധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമുക്ക് കാണാം, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരു മനുഷ്യന്റെ ഹൃദയം നേരാവാത്ത കാലത്തോളം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈമാൻ ശരിയാവുകയില്ല. ഈമാനിന് ഇസ്തിഖാമത്ത് വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഖൽബിന് ഇസ്തിഖാമത്ത് വേണം. ഹൃദയം, അയാളുടെ മനസ്സ് അത് നേരെ ചൊവ്വേ ആവാത്ത കാലത്തോളം അയാളുടെ ഈമാൻ നേരെ ചൊവ്വേ ആവുകയില്ല. വീണ്ടും റസൂലുള്ളാഹി തുടരുകയാണ്, വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. അയാളുടെ നാവ് നന്നാവാത്ത കാലത്തോളം അയാളുടെ ഖൽബ് നന്നാവുകയില്ല. ഓരോന്നും കണക്റ്റഡാ. നാവ് നന്നായാൽ ആ നാവ് വഴി അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിനെ നന്നാക്കി തരും. അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾ നല്ലത് പറയും കൂട്ടരെ, നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കി തരും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു വരും. അതാ പറഞ്ഞത്, നാവ് ശരിയായി കഴിഞ്ഞാൽ ഖൽബ് നന്നാവുകയാണ്. അങ്ങനെ ഖൽബ് നന്നായി കഴിഞ്ഞാൽ ഈമാനും ശരിയാവുകയാണ്. ഈമാനും ശരിയായി കഴിഞ്ഞാൽ ആ മനുഷ്യനതാ അല്ലാഹുവിന്റെ റസൂല് വരച്ച വരയിലാണ്. ഇതാണ് ഇസ്തിഖാമത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കാണാം, തഫ്സീറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഹസൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് സാധാരണ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബുനാ ഫർസുഖ്നൽ ഇസ്തിഖാമ. അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ റബ്ബ്, ഫർസുഖ്നൽ ഇസ്തിഖാമ, ഞങ്ങൾക്ക് നീ ഇസ്തിഖാമത്തിന്റെ വഴി പ്രദാനം ചെയ്യണേ എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുന്ന് വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇസ്തിഖാമ എന്ന വിഷയത്തെ വളരെ സമഗ്രമായി കൊണ്ട് വളരെ ലളിതമായി കൊണ്ട് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ ദീനിനെ കുറിച്ച് ചോദിച്ച ഒരു മനുഷ്യനോട് ഒരു ഒറ്റ സെന്റൻസിൽ മറുപടി പറഞ്ഞതെന്നറിയോ? ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മസ്തഖിം. ഇതാണ് ദീനുൽ ഇസ്ലാം. ഖുൽ ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. ആരുടെ മുന്നിലും ആർജവത്തോടുകൂടി പറയാനുള്ള ഇസ്സത്ത് നിങ്ങൾക്കുണ്ടാവണം. എന്നിട്ട് ആ പറഞ്ഞതനുസരിച്ചുകൊണ്ട് സത്യസന്ധമായി ത്യാഗങ്ങൾ സഹിക്കേണ്ടിടത്ത് ത്യാഗങ്ങൾ സഹിച്ച്, ക്ഷമ അവലംബിക്കേണ്ടിടത്ത് ക്ഷമ അവലംബിച്ച്, പരിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ ചോദ്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന.
അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നത് ആരാണെന്ന് അല്ലാഹ് നോക്കിയിട്ടല്ലാതെ, നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമിക്കുന്നത് ആരാണെന്ന് അല്ലാഹ് നോക്കിയിട്ടല്ലാതെ വെറുതെ സ്വർഗ്ഗത്തിലേക്ക് കയറി ചെല്ലാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യമാണ്. പുറംഭാഗം പൊള്ളിക്കപ്പെട്ട സമയത്ത് കുപ്പായങ്ങൾ ഉയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് റസൂലേ ഇനി എപ്പോഴാണ് ഞങ്ങൾക്ക് അള്ളാന്റെ സഹായം എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂൽ ഓതിക്കൊടുത്ത ആയത്തുകളിൽപ്പെട്ട ഒരു ആയത്താണ്, നിങ്ങൾ വെറുതെ സ്വർഗത്തേക്ക് ഓടിക്കയറി ചെല്ലാമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ മുൻഗാമികളായ ആളുകൾ ദീന് സ്വീകരിച്ചതിന്റെ പേരിൽ അവരുടെ തല വെട്ടിയെടുത്തിട്ടുണ്ട്, പ്രവാചകന്മാർ പോലും കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് അവരെ വാർന്നെടുത്തിട്ടുണ്ട്, അസ്ഥിപഞ്ജരങ്ങളാക്കി അവരെ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ മുൻഗാമികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, എങ്ങനെയാണ് മരണപ്പെട്ടത് നമുക്കറിയാം. ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ പോലും ഉണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ പല രൂപത്തിൽ കടന്നു വരുമ്പോ എന്ത് പരീക്ഷണം വന്നാലും ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്കല്ലാഹ് മതി എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ എന്ന ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുവാനും സത്യവിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസപരമായും കർമ്മപരമായും സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ ഫദ്ല് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകുന്ന മക്കളാക്കി ഞങ്ങൾ നീ മാറ്റണേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, പണ്ഡിതന്മാർ അവരുടെ ബർസഖിയായ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനിനെ സംരക്ഷിക്കുന്ന, ഞങ്ങളോട് കരുണ കാണിക്കുന്ന ഭരണാധികാരികളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാടുകളിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അതിനനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും അതേ രൂപത്തിൽ ഏറ്റവും നന്നായി അത് പ്രബോധനം ചെയ്ത് ജീവിക്കുവാനും ഞങ്ങൾക്കും വരും തലമുറകൾക്കും അതിനുള്ള എല്ലാവിധ തൗഫീഖും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ലോകത്തെമ്പാടും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ത്യാഗ പരിശ്രമങ്ങളെ നീ സ്വീകരിക്കുകയും അവർക്ക് സമീപസ്ഥമായ സഹായം നൽകി നീ അനുഗ്രഹിക്കുകയും ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك بالمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.